അപ്പോൾ എല്ലാവർക്കും യുബോട്ട് സെസ്റ്റിയുടെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് വർക്ക്, പവർ ആൻഡ് എനർജിയും അതുപോലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറും. ഈ രണ്ട് ടോപ്പിക്സിൽ വരുന്ന സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സിന്റെ ഡെഫിനേഷൻ നോക്കാം. വർക്കിന്റെ ഡെഫിനേഷൻ നോക്കാം. വർക്ക് എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അതിനാണ് വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, നമ്മളൊരു ഫോഴ്സ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മളൊരു ഫോഴ്സ് എക്സർട്ട് ചെയ്ത് അതിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നു, ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വർക്ക് ഡൺ എന്ന് പറയും. ഒരു മേശയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നീങ്ങും. സോ അതൊരു വർക്ക് ഡൺ ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും? ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ആ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സെയിം ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. സോ അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്തു, പക്ഷെ മൂവ്മെന്റ് ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ വാളിലൊക്കെ നമ്മൾ പ്രസ് ആണെങ്കിൽ എന്താ, അത് എങ്ങോട്ട് പോകില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, അപ്പോൾ അവിടെ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിന്റെ യൂണിറ്റ് എന്താണ്? വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ന്യൂട്ടൺ മീറ്റർ ആണ്. കാരണം എന്താ, വർക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താണെന്നാ പറഞ്ഞത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തിലെ, പിന്നെ SI യൂണിറ്റിൽ നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയാ? മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ആണ് വർക്കിന്റെ യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്ക് ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആൻഡ് ഓൾ ഓഫ് ദിസ്. എന്തായിരിക്കും? അതിൽ 3 കണ്ടീഷൻ ഉണ്ടാവും. അതായത് ഓൾ ഓഫ് ദിസ് വരാം. കാരണം എന്താ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് പുഷ് ചെയ്യാണ്. ഒബ്ജക്റ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നു, ആ സെയിം ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഇനി നമ്മൾ ഫോഴ്സ് എക്സർട്ട് ചെയ്തു, പക്ഷെ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, ആ ഒരു കേസിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു കേസിലൂടെ വരാം. അതായത് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഈക്വൽ ടു FS കോസ് തീറ്റ. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്, എസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെയും അതുപോലെ ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന ഡയറക്ഷന്റെയും തമ്മിലുള്ള ആംഗിൾ ആണ്. സോ നമ്മൾ ഫ്രണ്ടിലേക്ക് ഹൊറിസോണ്ടലി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, പക്ഷെ നമ്മൾ വെർട്ടിക്കലി നമ്മൾ എന്താണ്, ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യാണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് ഉണ്ടാകുന്നില്ല, നേരെ ഫ്രണ്ടിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നതെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാനൊരു ബാഗ് എടുത്തിട്ട് പോവാണ്. അപ്പോൾ ബാഗ് എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോഴ്സ് മുകളിലേക്കാണ് എക്സർട്ട് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഞാൻ നടന്നു പോകുമ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് മുന്നിലേക്കാണ് ഉണ്ടാകുന്നത്, ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്കിൽ ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോൾ അവിടെ വർക്ക് ഡൺ ഉണ്ടാകുന്നില്ല, അതാണ് 0 ആവുന്ന കേസ്. ഓക്കെ, കാരണം എന്താ, cos 90 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്ക് ഡൺ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ഏതിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാത്തത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഡിസ്പ്ലേസ്മെന്റ് വർക്കിൽ എന്താണ്, നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം എന്താ, S എന്നുള്ളൊരു ടൈം ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. ഇനി അപ്ലൈഡ് ഫോഴ്സ്, അതും നമ്മുടെ വർക്കിന്റെ ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. ഇനി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ആംഗിൾ തീറ്റ, അതും നമ്മുടെ ഇക്വേഷനിലുണ്ട്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ ഇല്ലാത്തത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഇക്വേഷനിൽ ഇല്ലാത്തത്. സോ വർക്ക് ഡൺ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഗ്രാവിറ്റി ഈസ് പോസിറ്റീവ്, നെഗറ്റീവ്, മാക്സിമം 0. എന്തായിരിക്കും? നമ്മൾ ഗ്രാവിറ്റിക്കെതിരെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിലത്തിൽ നിന്ന് നമ്മൾ എടുത്ത് ലിഫ്റ്റ് ചെയ്യണം. സോ അവിടെ നമ്മൾ ഗ്രാവിറ്റിക്കെതിരെ ഒരു ഫോഴ്സ് മുകളിലേക്കാണ് എക്സർട്ട് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? മുകളിലേക്ക് തന്നെയാണ്. സോ വർക്ക് നമ്മൾ ഉപയോഗിച്ച് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സും അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ദ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് സെയിം യൂണിറ്റ് ഈസ്. ഏതിനാണ്? പവറിനാണോ? അല്ല, പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. വെലോസിറ്റി എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ ആണ്. ഇവിടെ എന്തായിരിക്കും? എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്കാണ്. സോ അതായത് അവിടെ എബിലിറ്റി ടു ഡു വർക്കാണ്. അവിടെ ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവിടെ സ്റ്റോർഡ് ആയിരിക്കും. സോ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂള് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് വർക്ക്, ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എത്രയാണ്? 0 ഡിഗ്രി ആണോ? അല്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ? അത് പോസിറ്റീവ് വർക്ക് ആവുള്ളൂ. 45 ഡിഗ്രി ആണോ? അല്ല. 90 അല്ല. സോ 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു സ്മോൾ ലെറ്റർ എസ് ആട്ടോ, ക്യാപിറ്റൽ ലെറ്റർ എസ് അല്ല. എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. കോസ് 0 1 ആയിരിക്കും. കോസ് 90 0 ആയിപ്പോൾ വർക്ക് ഡൺ 0 ആവും. 180 വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കോസ് 180 ആണ് മൈനസ് വരുന്നത്. സോ അപ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? വർക്ക് ഡൺ മൈനസ് ആവുന്നത് 180 ഡിഗ്രി ആകുമ്പോഴാണ്. അതായത് നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് എക്സെർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന കേസിലാണ് വർക്ക് ഡൺ എപ്പോഴും നെഗറ്റീവ് ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 ജൂൾ ഈസ് ഈക്വൽ ടു, ഈ ERG എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് എനർജിയുടെ അല്ലെങ്കിൽ വർക്കിന്റെ CGS യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ERG. ഓക്കെ, അപ്പോൾ 1 ജൂൾ ആവണമെന്നുണ്ടെങ്കിൽ 10⁻⁷ ERG വേണം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1 ERG ഈസ് ഈക്വൽ ടു 10⁻⁻7 ജൂൾസ് എന്ന് പറയും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ ബൈ എ ഗേൾ ക്യാരിയിങ് എ സ്കൂൾ ബാഗ് ഓഫ് 3 kg ഓൺ ഹെയർ ബാക്ക് ആൻഡ് മൂവിങ് 200 മീറ്റർ ഓൺ ലെവൽഡ് റോഡ് വിൽ ബി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. അതായത് ഒരു കുട്ടി എന്താണ് തോളത്ത് ബാഗ് എടുത്തിട്ട് പോവാണ്, മുന്നോട്ട് നടക്കുകയാണ്. ഓക്കെ, 3 kg ഉള്ള ബാഗാണ്. അത് ആ ബാഗ് ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്താ ഉണ്ടാവുന്നത്? ആക്ച്വലി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് ഉണ്ട്. എന്താ? കുട്ടി ബാഗ് എടുത്ത് പോവാണ്. പക്ഷെ ഫിസിക്സിന്റെ ടേംസിൽ അതൊരിക്കലും എന്താവില്ല, വർക്ക് ഡൺ ആവില്ല. കാരണം എന്താ? ആ കുട്ടി എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, അല്ലേ? ഫോഴ്സ് മുകളിലേക്കാണ്, പക്ഷെ കുട്ടി മുന്നോട്ടാണ് നടക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ തീറ്റ എത്ര വരുന്നുണ്ട്? 90 ഡിഗ്രി വരുന്നുണ്ട്. സോ നമ്മൾ വർക്ക് ഡൺ ഈക്വൽ ടു FS കോസ് തീറ്റ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? മൊത്തം ടേം 0 ആയിപ്പോൾ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ്. എന്താ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുന്നത്? പവർ ആണ്. പവറിന്റെ ഡെഫിനിഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനാണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റ് ഓഫ് പവർ? താഴെ തന്നിട്ടുള്ളതിൽ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് നോർമലി നമ്മൾ പവറിന്റെ യൂണിറ്റ് പറയുന്നതാണ്. ഹോഴ്സ് പവറും പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ജൂൾസ് പെർ സെക്കൻഡ് പവറിന്റെ യൂണിറ്റ് ആണ്. കാരണം എന്താ? വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ആണെന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? പവർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. വർക്ക് ഡൺ എന്തായിരുന്നു? ജൂൾസ് ആണ്. ഓക്കെ, വർക്ക് ഡൺ ജൂൾസ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ജൂൾസ് പെർ സെക്കൻഡ് എന്തായിരിക്കും? പവറിന്റെ യൂണിറ്റ് ആണ്. സോ എന്താണ് നമ്മുടെ ആൻസർ? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദിസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? പവറിന്റെ യൂണിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു, ഒരു ഹോഴ്സ് പവർ എത്ര വാട്ട്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിൽ മാറിപ്പോകരുത്. 674 എന്ന് കണ്ടിട്ട് അത് മാർക്ക് ചെയ്തേക്കരുത്. എന്താണ്? 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ലാമ്പ് കൺസ്യൂംസ് 1000 ജൂൾസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ 10 സെക്കൻഡ്. പവർ ഈസ് ഗിവൺ ബൈ. എത്രയാണ് നമ്മുടെ ഇവിടെ കൺസ്യൂം ചെയ്തിരിക്കുന്ന പവർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ. ഓക്കെ, അപ്പോൾ ആ പവറിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പവറിന്റെ ഇക്വേഷൻ വരുന്നത്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ എന്താണ്? എനർജി ഡിവൈഡ് ബൈ ടൈം. ഇത് രണ്ട് സെയിം ആണ്, കാരണം രണ്ടിന്റെ യൂണിറ്റ് ജൂൾസിൽ വരുന്നതാണ്. സോ അത് എത്രയാണ്? 1000 ജൂൾസ് ഡിവൈഡ് ബൈ 10 സെക്കൻഡ് എന്ന് വരും, അല്ലേ? അത് എത്രയാണ്? 100 വാട്ട്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പവർ? ജൂള് പവറിന്റെ യൂണിറ്റ് ആണോ? അല്ല. അത് എന്തിന്റെ യൂണിറ്റ് ആണ്?
വർക്കിൻ്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, കിലോ വാട്ട്, മെഗാവാട്ട്, വാട്ട്, ഇതിൽ വാട്ട്സ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. കാരണം എന്താ, കിലോ വാട്ട് എന്ന് പറയുന്നത് 10⁻³ വാട്ട്സ് ആണ്. ഓക്കെ, മെഗാവാട്ട് എന്ന് പറയുന്നത് 10�6 വാട്ട്സ് ആണ്. സോ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് എനർജി. എനർജി ആണെന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ CGS യൂണിറ്റ് ഓഫ് എനർജി ഈസ് എന്താ? CGS യൂണിറ്റ് എന്താ? ഈ ജൂൾ എന്താണ്? ഇത് SI യൂണിറ്റ് ആണ്. ഓക്കെ, CGS യൂണിറ്റ് എന്ന് പറയുന്നത് ERG ആണ്. ഓക്കെ, അപ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 1 ജൂൾ ഈസ് ഈക്വൽ ടു എത്ര ERG ആണ്? 10⁻⁷ ERG ആണ്. ഓക്കെ, ERG എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു വാല്യൂ ആണ്. സോ 10⁻⁷ ERG ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത് 1 ജൂൾ ഓഫ് എനർജി ഉണ്ടാകുന്നത്. ഓക്കെ, ഈ കിലോ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടാണ് പവറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 കിലോ ജൂൾ എനർജി ഈക്വൽ ടു 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻³ ജൂൾസ്, അതായത് 1000 ജൂൾസിനെയാണ് എന്ത് പറയുന്നത്? 1 കിലോ ജൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ 1000 ഗ്രാമാണ് എന്ത് പറയുന്നത്? 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. സോ 10⁻³ ജൂൾസ് അല്ലെങ്കിൽ 1000 ജൂൾസ് ആണ് 1 കിലോ ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ വാച്ച് സ്പ്രിംഗ് ഈസ്, അതായത് ഒരു വാച്ച് സ്പ്രിംഗ് ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്തായിരിക്കും? അപ്പോൾ അത് മൂവ് ചെയ്യുന്നതിനാണ് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുക. അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പ്രിംഗിൽ ഉണ്ടായിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് തിരിച്ച് വരാനുള്ള ഒരു ഫോഴ്സ് അതിൽ സ്റ്റോർഡ് ആയിരിക്കും. പക്ഷെ അതിലെന്താണെന്നില്ല, ഇപ്പം കറൻ്റ്ലി അതിലൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നില്ല. സോ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന എനർജി അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ എനർജി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യലി ഫ്രം കോൾ ഈസ് കോൾഡ്. അതായത് കോൾ യൂസ് ചെയ്ത് കൊമേഴ്ഷ്യലി ഉണ്ടാക്കുന്ന യൂണിറ്റ്, എനർജി. ആദ്യം കോൾ യൂസ് ചെയ്ത് ആദ്യം ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് തെർമൽ എനർജിയാണ്. ഓക്കെ, ഈ തെർമൽ എനർജി യൂസ് ചെയ്തിട്ട് വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റീം ഉണ്ടാക്കും. അങ്ങനെ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഫൈനലി അൾട്ടിമേറ്റ്ലി ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുമെങ്കിലും കോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് തെർമൽ എനർജിന്റെ ജനറേഷന് വേണ്ടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആർ ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു ഡു വർക്ക് എനർജി എന്താ ചെയ്യുന്നത്? എനർജി ലോസ് ആവുന്നുണ്ടോ? ഇല്ല. ഇൻക്രീസ് ആവുന്നുണ്ടോ? ഇല്ല. അത് എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർഡ് ഓർ കൺവേർട്ടഡ്. എന്താ പറയാൻ കാരണം? നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. അതിൽ എന്താ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. പക്ഷെ എന്ത് ചെയ്യുന്നതാണ്? ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. സോ അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത്? ഇതിന്റെ ആൻസർ എന്താണ്? ട്രാൻസ്ഫേർഡ് ഓർ കൺവേർട്ടഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വെൻ എ ബോഡി ഫാൾസ് ഫ്രീലി ടുവാർഡ്സ് എർത്ത് then it's എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു ഒരു ബോഡി ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് താഴേക്ക് വരുന്ന ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമായിട്ട് താഴേക്ക് വീഴുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾസ് ഫ്രീലി അല്ലെങ്കിൽ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. സോ അവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു നിശ്ചിത ഹൈറ്റ് എച്ചിന് മുകളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പക്ഷെ എന്താ, ആ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുകയാണെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുന്നത്? അവിടെ കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുന്നത്. താഴോട്ട് വരുന്തോറും അവിടെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. താഴെയും കൂടി അത് നിശ്ചലായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പോൾ അതിന് എന്താണ്? കൈനറ്റിക് എനർജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ യൂണിറ്റ് ഓഫ് എനർജി? ജൂള് എനർജിയുടെ യൂണിറ്റ് ആണ്. ERG അത് CGS യൂണിറ്റ് ആണ് അല്ലേ. കിലോ വാട്ട് അവർ എന്താ? കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ്. അപ്പോൾ ഇതെന്താണ്? ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആണ്. സോ അത് എന്തല്ല? എനർജിയുടെ യൂണിറ്റ് അല്ല. ന്യൂട്ടൺ മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം പൊസസസ്. അതായത് ഒരു ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുണ്ടാവുന്ന എനർജി എന്താ? അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
A stone is dropped from roof of a house towards ground. When will the kinetic energy of stone be maximum? അതായത് ഒരു വീടിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഒരു കല്ല് താഴേക്ക് ഇടാണ്. അപ്പൊ കല്ലിങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് എപ്പോഴായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. അവിടെ ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ വീടിന്റെ ഏറ്റവും വലിയൊരു ഹൈറ്റിൽ ഒരു ഹൈറ്റ് നിശ്ചിത എച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എർത്ത് സർഫസിലേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് പിടിക്കുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്തോറും ഈ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി കുറയുമ്പോൾ അവിടെ എന്ത് കൂടുന്നുണ്ടാവും? കൈനറ്റിക് എനർജി കൂടും. സോ ഇവിടെ ഏറ്റവും താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് എന്തായിരിക്കും? അവിടെ ഒരു അവിടെ പൊട്ടൻഷ്യൽ എനർജി ടെൻസ് ടു 0 ആണ്. സോ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പൊ ഏത് ഘട്ടത്തിലായിരിക്കും മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുക? ജസ്റ്റ് ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ട് സർഫസിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി? ബയോഫ്യൂൽ ക്ലീനസ്റ്റ് സോഴ്സ് ആണോ? അല്ല. കാരണം അത് കമ്പഷൻ ചെയ്തിട്ട് അവിടെ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഫോസിൽ ഫ്യൂവൽസിൽ അവിടെ പിന്നെ എയർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ പവർ അതും ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി അല്ല. അവിടെ നമ്മുടെ ആൻസർ വരുന്നത് വിൻഡ് എനർജിയാണ്. ഇതാണ് ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ 27. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 1 kWh ഈസ് ഈക്വൽ ടു 3.6 × 10⁻⁶ ജൂൾസ്. നമുക്ക് എഴുതി നോക്കാം. 1 kWh എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 10⁻³ വാട്ട്സ് ഉണ്ടായിരിക്കും ഇൻറ്റു ടൈം, സെക്കൻഡ്സിലായിരിക്കും ഉണ്ടാവുക. ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ്? 60 × 60 ആണല്ലേ. അപ്പൊ എത്രയായത്? 10⁻³ എന്ന് വരും. ഓക്കെ, അപ്പൊ 36 × 10⁻⁵ എന്ന് വരും. അതിനെ പിന്നെ കൺവേർട്ട് ചെയ്ത് എന്ത് കിട്ടും? 3.6 × 10⁻⁶ എന്ന് വരും. സോ അതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജസ്റ്റ് ഇത് എഴുതി ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതായത് 1 kW എന്ത് ചെയ്യുക? വാട്ട്സിലേക്ക് മാറ്റാം. അപ്പോൾ അതെന്താവും? 10⁻³ വാട്ട്സ് ആണ്. ഈ ടൈമിന് എന്ത് ചെയ്യുക? ടൈം സെക്കൻഡ്സിലാണ്, അത് ഹവറിലേക്ക് മാറ്റാം. ഓക്കെ, ഹവറിൽ എഴുതാം. അപ്പം അങ്ങനെ ഹവറിലുള്ള ആ ടൈമിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഹവറിൽ 60 മിനിറ്റ്സ് ആണ്. ഈ ഓരോ മിനിറ്റിൽ 60 സെക്കൻഡ്സ് ഉണ്ടാവും. സോ 60 × 60 വരും. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 36 × 10⁻⁵ വരും. ദാറ്റ് ഈസ് 3.6 × 10⁻⁶ എന്ന് വരും. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത്രയും ജൂൾസ് ആണ്. 1 kWh എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ബോഡി ഈസ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് h. After it has fallen a height h/2, it will possess. അതായത് ഒരു h ഹൈറ്റിലുള്ള ഒരു വീടിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുവാണ്. ഓക്കെ, ഏറ്റവും താഴെ വരെയുള്ള, അതായത് താഴെ നിന്ന് ഏറ്റവും മുകളിലേക്കുള്ള ഹൈറ്റ് ആണ് h. ഈ h/2 പകുതി ഹൈറ്റ് വരുമ്പോൾ ഒബ്ജക്റ്റ് താഴേക്ക് വീഴാണ്. അത് ഏകദേശം ഒരു പകുതി ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒബ്ജക്റ്റിന് എന്ത് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക? പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാവുക? അല്ല. ഓൺലി കൈനറ്റിക് എനർജി മാത്രമാണോ? അല്ല. കാരണം നിശ്ചിത ഹൈറ്റിൽ ഉള്ളതുകൊണ്ട് അപ്പോഴും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും അല്ലേ. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക് എനർജിയാണ്. ഇനി ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. ശ്രദ്ധിക്കാം. എത്ര ഹൈറ്റിൽ നിന്നാണ്? h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ ഈ h ഹൈറ്റിൽ ഇവിടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാകുന്നത്? പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാകുന്നത്. അത് എത്രയാണ്? mgh ആണ്. വീഴുന്നതിന് തൊട്ട് മുമ്പ് കേട്ടോ. വീഴുന്നതിന് തൊട്ട് മുമ്പ് നിശ്ചിത h ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് m × g × h ആണ്. m എന്ന് പറയുന്നത് ബോഡിയുടെ മാസ് ആണ്. g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സോ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി, അവിടെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും.
കൈനറ്റിക് എനർജി സീറോ ആവുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ് ടോട്ടൽ എനർജി. അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി സീറോ ആണ്. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് വരും അല്ലേ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് h/2 ഹൈറ്റിൽ എത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്? h/2 ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. h/2 ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അവിടെ രണ്ട് എനർജി, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പി പ്ലസ് കെ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി എന്താ വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി വരുന്നത് mgh ആണ്. ഇപ്പൊ ഇവിടെ എച്ചിന്റെ വാല്യൂ എന്താ? h/2 ആണ് അല്ലേ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പി പ്ലസ് കെ ആണ്. ദാറ്റ് പ്ലസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നമുക്ക് ഈ നിലവിൽ ഇപ്പൊ അറിയില്ല. ടോട്ടൽ എനർജി എത്രയായിരുന്നു? mgh ആയിരുന്നു. mgh ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h/2 പ്ലസ് കെ എന്ന് വരും. ഓക്കെ, ഈ mgh ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്താ? ഹാഫ് mgh എന്ന് വരും അല്ലേ. കറക്റ്റ് അല്ലേ? ഇനി എന്താ? പ്ലസ് കെ. ഇനി കൈനറ്റിക് എനർജി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എനർജിന്ന് ഹാഫ് mgh കുറച്ചാൽ മതി അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh മൈനസ് ഹാഫ് mgh. mghന് ഹാഫ് mgh കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ കിട്ടുക? ഹാഫ് mgh തന്നെയാണ്. സോ അവിടെ രണ്ട് എനർജിയും ഈക്വൽ ആയിരിക്കും, ഹാഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹാഫ് കൈനറ്റിക് എനർജി. നിങ്ങൾ ഇത് ഒന്നുകൂടി ഒരു തവണ കണ്ടിട്ട് മനസ്സിലായാലും ഒന്നുകൂടി 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ കാർ ആൻഡ് ട്രക്ക് ഹാവിംഗ് സെയിം സ്പീഡ് ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് മാസസ് ഇൻ ദ റേഷ്യോ 1:4. അതായത് ഒരു ട്രക്കും ഒരു കാറും സെയിം സ്പീഡിൽ പോവാണ്. അവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അവിടെ അത് തമ്മിൽ എന്തിലാണ് വ്യത്യാസം ഉള്ളത്? അതിന്റെ മാസ് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1:2 ആണോ? അല്ല. 4:1 ആണോ? അല്ല. 1:4 ആയിരിക്കും. കാരണം എന്താ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഹാഫ് mv² ആണ് അല്ലേ. ഹാഫ് mv² ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് കാർ വിചാരിക്കാം, ഇതിന്റെ m1. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി ഓഫ് എന്താ? ട്രക്ക്, ദാറ്റ് ഈക്വൽ ടു ഹാഫ് mv². ഈ v² രണ്ടും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കാരണം എന്താ? 60 മീറ്റർ പെർ സെക്കൻഡിലാണ് രണ്ടും പോകുന്നത്. അവിടെ എന്താണ് വ്യത്യാസം ഉള്ളത്? മാസിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. സോ ഇവിടെ മാസ് കൂടുമ്പോൾ എന്ത്? കൈനറ്റിക് എനർജി കൂടുന്നു. മാസ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറയുന്നു. സോ മാസ് എത്രയാണോ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുക. സോ 1:4 റേഷ്യോ തന്നെ ആയിരിക്കും ഇതിന്റെ രണ്ടിന് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കാം. അതിനൊരു കാരണം എന്താ? വെലോസിറ്റി സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഹീറ്റ് എഞ്ചിൻ കൺവേർട്സ് എന്താ ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോട്ടോ ഇലക്ട്രിക് സെൽ കൺവേർട്സ്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലിന് എന്തിനാ കൺവേർട്ട് ചെയ്യുക? അവിടെ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് സോളാർ പാനൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, സൺലൈറ്റിൽ നിന്ന് അതെന്താണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ അവിടെ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കിയേ. എ ഡൈനാമോ ഈസ് യൂസ് ടു കൺവേർട്ട് എന്താ ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുക ചെയ്യുന്നത് അല്ലേ. ഡൈനാമോ എവിടെ ഉണ്ടാവാം? നമ്മൾ ഡൈനാമോ സൈക്കിളിലൊക്കെ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സൈക്കിളിൽ ഡൈനാമോ വീലിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര സ്പീഡിൽ പോകുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് ആ ഡൈനാമോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സോ അവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ
വർക്ക് ഓർ എനർജികൾ എന്നുള്ള ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വന്നു എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ്, ടെമ്പറേച്ചർ ആണോ? അല്ല, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്നാണ് എന്ത് നമ്മുടെ ഹീറ്റിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, 1 കലോറി ഈസ് ഈക്വൽ ടു, 1 കലോറി എന്ന് പറയുന്നത് 4.18 ജൂൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്രയോജനിക്സ് ഈസ് എ സയൻസ് ഡീലിംഗ് വിത്ത് ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ ഉള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി ഈസ്, ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അത് ഫാരൻഹീറ്റിൽ വരുന്നത് 98.6 ഫാരൻഹീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഫാരൻഹീറ്റിൽ 98.6 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടെമ്പറേച്ചർ വിച്ച് ഹാസ് സെയിം റീഡിംഗ് ഓൺ ബോത്ത് ഫാരൻഹീറ്റ് ആൻഡ് സെൽഷ്യസ് സ്കെയിൽ ഈസ്, -40 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് രണ്ട് സ്കെയിലും ഒരേ മാർക്കിംഗ് ഉണ്ടായിരിക്കുക. ഓക്കെ, -40 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ 40 ഡിഗ്രി സെൽഷ്യസ് സെയിം ആയിരിക്കും, -40 ഫാരൻഹീറ്റ് അതും സെയിം ആയിരിക്കും. ഓക്കെ, ഒരേ ലെവലിലായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു തെർമോമീറ്ററിൽ റീഡിങ് കാണിക്കാം. പ്യുവർ വാട്ടർ ഫ്രീസസ് അറ്റ്, എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അത് പ്യുവർ വാട്ടർ, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റിലാണ് പ്യുവർ വാട്ടർ ഫ്രീസ് ആവുന്നത്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് പ്യുവർ വാട്ടർ ഫ്രീസ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് ഓർ കെൽവിൻ സ്കെയിൽ വുഡ് ബി സെയിം, അത് വരുന്നത് 574.25 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും സെയിം വരുന്നത് -40 ഡിഗ്രി സെൽഷ്യസിൽ, -40 ഡിഗ്രിയിലാണ്. അതുപോലെ ഫാരൻഹീറ്റും കെൽവിനും സെയിം വരുന്നത് 574.25 ഡിഗ്രിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ഈസ് നെവർ നെഗറ്റീവ്, ടെമ്പറേച്ചർ ഒരിക്കലും നെഗറ്റീവ് പോകാത്തത് കെൽവിൻ സ്കെയിലാണ്. ഓക്കെ, ദ ടെമ്പറേച്ചർ ഓഫ് എ റൂം ഈസ് 77 ഡിഗ്രി ഫാരൻഹീറ്റ്, വാട്ട് കുഡ് ബി ഇറ്റ് ഓൺ സെൽഷ്യസ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ എത്രയാണ്? റൂം ടെമ്പറേച്ചർ നമ്മൾ നോർമലി പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, മെറ്റൽ ടീ പോട്ട്സ് ഹാവ് വുഡൻ ഹാൻഡിൽ ബിക്കോസ്, എന്തുകൊണ്ടായിരിക്കും മെറ്റൽ ടീ പോട്ട്സിന് വുഡൻ ഹാൻഡിൽസ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാ? ഇലക്ട്രിക് ഷോക്ക് പ്രിവെന്റ് ചെയ്യണോ? അല്ല, എന്തിനാണ്? വുഡ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഈ മെറ്റൽ ടീ പോട്ട്സ് ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിൽ പോയി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അവിടെ മെറ്റൽ ഹാൻഡിൽ കൊടുത്താലും ഹീറ്റ് എന്താണ് അതിലൂടെ കണ്ടക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കൈ ചൂടാവും. സോ അവിടെ ഒരു വുഡൻ ഹാൻഡിൽ കൊടുത്താൽ എന്താണ് അതിലുള്ള ടെമ്പറേച്ചർ അധികം കടന്നു വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൈ പൊള്ളുന്നില്ല. സോ വുഡ് ഒരു ബാഡ് കണ്ടക്ടർ ആവുന്നതുകൊണ്ടാണ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്പ്രെഡിങ് ഓഫ് എയർ ഫ്രഷർ ഇൻ എ റൂം ഫോളോസ് ലോ ഓഫ്, ഏത് ലോ ആണ് ഫോളോ ചെയ്യുന്നത്? കണ്ടക്ഷൻ ആണോ? അല്ല, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മാസ് സബ്സ്റ്റൻസ് നടക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താ, കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ആക്ച്വലി അവിടെ ഒരു ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ടീ ഇൻ എ കെറ്റിൽ വെൻ പുട്ട് ഓൺ ഫയർ ഗെറ്റ്സ് ഹോട്ട് ആസ് ഹോൾ ഡ്യൂ ടു കണ്ടക്ഷൻ അല്ല, അവിടെ റേഡിയേഷനും അല്ല, അവിടെ വരുന്നത് കൺവെക്ഷൻ തന്നെയാണ്. കാരണം ആക്ച്വൽ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. കണ്ടക്ഷനിൽ ആക്ച്വൽ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഓക്കെ, റേഡിയേഷൻ എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് ഹീറ്റ് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റേഡിയേഷൻ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എനർജി ട്രാവൽസ് ഫ്രം സൺ ടു എർത്ത് ത്രൂ കണ്ടക്ഷനിലൂടെ ആണോ? അല്ല, കൺവെക്ഷനിലൂടെ ആണോ? അവിടെ എന്താ, കൺവെക്ഷനിലൂടെ അല്ല. കാരണം എന്താ, കൺവെക്ഷനിൽ ആക്ച്വൽ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നതിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ റേഡിയേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് എനർജി ട്രാവൽ ചെയ്ത് എർത്തിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ത്രൂ ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ, ഏതിലാണ്? കൺവെക്ഷനിലാണ്.
ഓക്കെ. റേഡിയേഷനിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആക്സിയൽ മോളിക്യൂൾസ് ട്രാൻസ്ഫർ ആകുന്നില്ല. ഓക്കെ. ഹീറ്റ് നോർമലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ്. അവിടെ ആക്സിയൽ മോഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മെയിൻലി ബൈ റേഡിയേഷൻ ആണ്. ഓക്കെ. സണ്ണിൽ നിന്ന് കൂടുതലായിട്ട് വരുന്ന ഹീറ്റ് എനർജി അതുകൊണ്ടാണ് എന്ത് അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആവുന്നത്. ഓക്കെ. റേഡിയേഷൻ വഴിയാണ് സണ്ണിൽ നിന്ന് കൂടുതൽ എനർജി എർത്തിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൂളൻ ക്ലോത്ത്സ് കീപ് ദ ബോഡി വാം ബിക്കോസ് എന്തുകൊണ്ടാ? ഹീറ്റ് കണ്ടക്ട് ആയിട്ട് പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഹീറ്റ് അവിടെ അകത്ത് തന്നെ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? വൂൾ ഈസ് എ ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് ഹീറ്റ് പുറത്തേക്ക് കണ്ടക്ട് ചെയ്ത് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി വാമായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് എ നാച്ചുറൽ ആൻഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഹീറ്റ്? എന്താണ് അത്? സണ്ണാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? ഈ തന്നിട്ടുള്ളതിൽ മൈക്കയാണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ചേഞ്ചസ് വിൽ ഹാപ്പൻ ടു എ ബോൾ ഓഫ് ഐസ് ആൻഡ് വാട്ടർ കെപ്റ്റ് അറ്റ് എക്സാക്ട്ലി 0 ഡിഗ്രി സെൽഷ്യസ്? ഐസ് മെൽറ്റ് ആവോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. ഓക്കെ. ഓൾ ദ വാട്ടർ വിൽ ബിക്കം ഐസ്. അതായത് വാട്ടർ ഫ്രീസ് ചെയ്തിട്ട് ഐസ് ആവാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ ആണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. സോ എല്ലാ വാട്ടർ കംപ്ലീറ്റ്ലി എന്തായി മാറില്ല, ഐസ് ആയിട്ട് മാറില്ല. സോ അവിടെ നോ ചേഞ്ചസ് വിൽ ഹാപ്പൻ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്. ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പെർ യൂണിറ്റ് മാസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ് എന്താ പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ് ആണ്. ഓക്കെ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സർട്ടൻ യൂണിറ്റ് ഓഫ് മാസിന് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ് സ്പെസിഫിക് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പെർ യൂണിറ്റ് മാസ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. എന്താണ് സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്? ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പെർ യൂണിറ്റ് മാസ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് അവിടെ ഉണ്ടാവണം. ഓക്കെ. അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി പെർ യൂണിറ്റ് മാസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് അവിടെ ടെമ്പറേച്ചർ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്, ഹീറ്റ് എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2400 ജൂൾസ് പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ വാട്ടറിൽ 1 യൂണിറ്റ് മാസ് ഓഫ് വാട്ടറിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് ചോദിക്കുന്നത്. അത് 4200 ജൂൾസ് പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്പെസിഫിക് ഹീറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു സ്പെസിഫിക് മാസ് ഉണ്ട്. ഒരു സ്പെസിഫിക് മാസ് ഒരു 1 കിലോഗ്രാം സ്റ്റീലാണെന്ന് വിചാരിക്കുക. ഈ 1 കിലോഗ്രാം സ്റ്റീലിന് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടണം. അങ്ങനെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നമ്മൾ എത്രത്തോളം ഹീറ്റ് ഇതിന് കൊടുക്കണോ അതാണ് ഇതിൻ്റെ സ്റ്റീലിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. ഇനി ഒരു 1 കിലോഗ്രാം വുഡ് ആണെന്ന് വിചാരിക്കുക. 1 കിലോഗ്രാം വുഡിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അതിൻ്റെ ഇപ്പോഴുള്ള ടെമ്പറേച്ചറിന് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റാണ് എന്ത്? വുഡൻ ബ്ലോക്കിൻ്റെ സ്പെസിഫിക് ടെമ്പറേച്ചർ. സോ ഏതൊരു ഒബ്ജക്റ്റിനാണോ നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവേണ്ടത് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ആയിരിക്കും ആ ഒബ്ജക്റ്റിന്റെ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റ് ഇറ്റ് മീൻസ്, അതിന്റെ അർത്ഥം എന്താ? അതായത് സ്പെസിഫിക് ഹീറ്റ് ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് വേണ്ട എനർജിയാണ്. അത് ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടേക്ക് പ്ലേസ് വെദർ ഹീറ്റ് ഇസ് ടേക്കൺ ഇൻ ഓർ ഗിവൺ ഔട്ട്. അതായത് ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാകുന്നില്ല. ഓക്കെ. 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് വേണ്ട എനർജിയാണ്
സ്പെസിഫിക് ഹീറ്റ് എനർജിയാണ്. അത്രയും അത് ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റുന്നില്ല. അതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ റേഡിയേറ്റേഴ്സ് ഓഫ് എൻജിൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോവർ ഡെൻസിറ്റി ആണോ? അല്ല, ഇറ്റ് ഹാസ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ഉള്ളത് കൊണ്ടാണ് വാട്ടർ യൂസ് ചെയ്തിട്ട് റേഡിയേറ്റേഴ്സ് കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്താ ചെയ്യുക? അബ്സോർബ് ഓൾ ദ ഇൻസിഡന്റ് റേഡിയേഷൻ, അലോ ഓൾ ദ ഇൻസിഡന്റ് റേഡിയേഷൻ ടു പാസ് ത്രൂ ഇറ്റ്, റിഫ്ലക്സ് ഓൾ ഇൻസിഡന്റ് റേഡിയേഷൻ, ഹാസ് ഇറ്റ് സർഫസ് കോട്ടഡ് വിത്ത് ലാം ബ്ലാക്ക് ഓർ ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ബോഡി നോർമലി എന്താ ചെയ്യുക? ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ആബ്സെൻസ് ഓഫ് കളറാണ് അല്ലേ? ഓക്കെ. വൈറ്റ് എന്ന് പറയുന്നത് എല്ലാ കളറിനെയും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് കളറിനെ മാത്രമേ എല്ലാ ടൈപ്പ് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് അബ്സോർബ്സ് ഓൾ ദ ഇൻസിഡന്റ് റേഡിയേഷൻ. ഇതൊരിക്കലും റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതിലേക്ക് ഇൻസിഡന്റ് ആയിട്ടുള്ള എല്ലാ റേഡിയേഷനും എനർജി എന്തായിരിക്കും? അത് അബ്സോർബ് ചെയ്യും. ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ. അപ്പം നമ്മൾ രണ്ട് ടോപ്പിക്കിൽ, അതായത് വർക്ക് ഓൺ എനർജിയിലെയും അതുപോലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് യൂബോർഡ്സ് SC ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.